കേട്ടോ, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, പടച്ചവന്റെ മുമ്പിൽ എന്റെ പ്രിയപ്പെട്ടവരെ തലകുനിക്കുന്ന വിഭാഗമാരോ, തലകുനിക്കുന്ന വിഭാഗമാരോ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു കൊടുക്കുകയാണ്, പടച്ചവന്റെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ തലകുനിക്കുന്ന ഒന്നാമത്തെ വിഭാഗമാരോ, ഒന്നാമത്തെ വിഭാഗമാരോ. പടച്ചവനെ അഹങ്കാരമുള്ളവനുണ്ടല്ലോ, അഹങ്കാരമുള്ളവനുണ്ടല്ലോ, അഹങ്കാരമുള്ള പെണ്ണുണ്ടല്ലോ. പടച്ചവനെ അല്ലാഹുവേ നിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാണ്, അഹങ്കാരം പാടില്ല, അഹങ്കാരം പാടില്ല. രണ്ട് നില വീട് വെക്കുമ്പോ, മനോഹരമാകുന്ന വാഹനം മേടിക്കുമ്പോ, പള്ളിയിലെ കമ്മിറ്റിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ തെരഞ്ഞെടുക്കുമ്പോ, ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ, ഒരുപാട് ചാരിറ്റി പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോ അഹങ്കാരം പാടില്ല, അഹങ്കാരം പാടില്ല. വാപ്പാക്കന്റെ പ്രിയപ്പെട്ടവരെ നല്ല ജോലി ഉണ്ടാകുമ്പോ, ഉമ്മാക്കന്റെ പ്രിയപ്പെട്ടവരെ സമ്പത്ത് ഇങ്ങനെ അധികരിക്കുമ്പോ, വാപ്പാന്റെ ഉമ്മാന്റെ പേരില് അഹങ്കരിക്കല്ലേ, അഹങ്കാരം പാടില്ല. ഒരു കടുകുമണി തൂക്കമെങ്ങാനും ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറയില് ആർക്കെങ്കിലും ഒരാൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ അഹങ്കാരമുണ്ടെങ്കിൽ മോനെ സ്വർഗത്തിലേക്ക് കടക്കൂല, സ്വർഗത്തിലേക്ക് കടക്കൂല. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാണ്, അഹങ്കരിക്കല്ലേ, അഹങ്കരിക്കല്ലേ ചെറുപ്പക്കാരോ, അഹങ്കരിക്കല്ലേ പ്രിയപ്പെട്ട ഉമ്മമാര്. ഒരാഴ്ച മുമ്പ് തുർക്കിയില് സിറിയയില് കണ്ടില്ല മോനെ, എത്രയോ കെട്ടിടങ്ങളാണ് പ്രിയപ്പെട്ടവരെ തകർന്ന് തരിപ്പണമായി പോയത്. എത്രയോ പാവപ്പെട്ട ചെറിയ മക്കളോ, എത്രയോ പ്രായമുള്ളവരോ, എത്രയോ ചെറുപ്പക്കാരാ. അല്ലാഹുവേ 33 കെട്ടിടമുള്ളൊരു പാവപ്പെട്ട ചങ്ങാതി അദ്ദേഹത്തിന്റെ തകർന്നുപോയ കെട്ടിടത്തിന്റെ മുമ്പിൽ വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അല്ലാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബേ എന്ന് വിളിച്ചു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്ത് അല്ലാഹു തരുമ്പോ അതിലഹങ്കരിക്കല്ലേ. അതിലെന്റെ പ്രിയപ്പെട്ടവരെ അഹങ്കാരം നടിച്ചുകൊണ്ട് കർണാടകയുടെ പരിസരത്തിലൂടെ നീ എങ്ങാനും നടന്നു പോയാൽ മോനെ, മോളെ, ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാ, മരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ പടച്ചവന്റെ പരലോകത്ത് ചെന്ന് കഴിയുമ്പോ നീ എളിപ്യനാ, നീ തലയെടുപ്പോടെ നിൽക്കാൻ കഴിയൂല, കഴിയൂല, കഴിയൂല. അഹങ്കാരമുള്ളവൻ പടച്ചവന്റെ പരലോകത്ത് തലയെടുപ്പോടെ നിൽക്കൂലയും ആദരവാകുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, അഹങ്കാരം ഉണ്ടെങ്കിൽ, അഹങ്കാരം ഇല്ലാത്തവരുണ്ട് കൈപൊക്കെ, അഹങ്കാരം ഇല്ലാത്തവർ, അഹങ്കാരം ഇല്ലാത്തവർ എല്ലാ പാപ്പന്മാരും അത് തന്നെ വലിയൊരു അഹങ്കാരം. അല്ലാഹു ഈമാൻ നൽകട്ടെ. എന്തേ ഉസ്താദ് എനിക്ക് അഹങ്കാരമില്ല എന്നുള്ളിൻ്റെ ഉള്ളറയിൽ ഒരു കിബർ വന്നാൽ ഇടാതെ അഹങ്കാരമാണ്. അല്ലാഹു ഈമാൻ നൽകട്ടെ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ വലിയവനാ, ഞാൻ വലിയവനാ എന്നുള്ളൊരു തോന്നല് നമുക്ക് വന്നാൽ അതെന്റെ പ്രിയപ്പെട്ടവർ അഹങ്കാരമാണ്. അല്ലാഹു കാത്തിരിച്ചിക്കട്ടെ. ഇപ്പൊ ഞാൻ ഏറ്റവും ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോ ഇവിടെ വാഴ് പറയാൻ വന്നു. ഇവിടെ ഏതൊരു ചങ്ങാതി കൊത്തഹ കുത്തഹ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം വിളിച്ചു, സ്റ്റേജിലേക്ക് വിളിച്ചു. അപ്പൊ ഓൻ പറയാം മറ്റേ പ്രസംഗം മറിച്ച പ്രസംഗം പറയാ. ആ സമയത്ത് എന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ഒരു കിബിർ വന്നു പോയാൽ ഞാൻ അഹങ്കാരമുള്ളവനാ, പടച്ചവന്റെ മുമ്പിൽ ഞാൻ തല കുനിച്ച് നിൽക്കേണ്ടി വരും. അല്ലാഹു ഈമാൻ നൽകട്ടെ. അപ്പൊ പള്ളിയിലെ പ്രസിഡന്റ് ഇപ്പൊ ഇവിടെ ഉണ്ടോ? പള്ളിയിലെ പ്രസിഡന്റ് ഇവിടെ ഉണ്ടോ? പ്രസിഡന്റ്, സെക്രട്ടറി ഞാൻ ചോദിച്ചെന്നുള്ളൂ, വിളിക്കണ്ട, പിരിവിന്റെ സമയത്ത് വിളിക്കാം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ പള്ളിയിലെ പ്രസിഡന്റ്, ഞാൻ അദ്ദേഹത്തെ ഇതാക്കല്ല, പ്രസിഡന്റ് ആണ്. എനിക്ക് ആ പദവി എന്തോ വലുതാണെന്നുള്ളൊരു ചിന്ത ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വന്നാൽ അദ്ദേഹം എന്താണ്? അഹങ്കാരമുള്ളവനാ, നാളെ പടച്ചവന്റെ പരലോകത്ത് തലകുലിച്ച് നടക്കേണ്ടി വരും. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തില്ല, ഉള്ളിനുള്ളറയിൽ അല്ലെ പള്ളി പരിപാലിക്കണവരാ, അവർക്ക് വലിയ പ്രതിഫലമാണ് നല്ല രീതിയിൽ പരിപാലിച്ചാൽ. ഇല്ലെങ്കിൽ പടച്ചോ കുപ്പിയിലിട്ട് നരകത്തിലിടും. അല്ലാഹു ഈമാൻ നൽകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയണത്, അഹങ്കാരമുള്ളവരെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അഹങ്കാരമുള്ളവരെ നമുക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെ മനസ്സിലാക്കാം? ഞാൻ ഈ പറയണ വിഭാഗത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ പെടാൻ പാടില്ല.
നമ്മുടെ കർണാടകയിൽ പൊളലി എന്ന് പറയുന്ന ഈ സ്ഥലത്ത് അഹങ്കാരമുള്ളവരെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, എങ്ങനെയാണ് മോനെ അഹങ്കാരമുള്ളവനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയെന്നറിയോ? മനോഹരമാകുന്ന വേദനിപ്പിക്കുന്ന ചരിത്രമുണ്ടല്ലോ. പറയാൻ പോവുകയാ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളുടെ എല്ലാമാകുന്ന പടച്ചവനെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു കാലഘട്ടത്തിൽ പെണ്ണിന്റെ പിന്നാലെ പോയ ഉമറുണ്ടല്ലോ, കള്ളിന്റെ പിന്നാലെ പോയ ഉമറുണ്ടല്ലോ, കഞ്ചാവിന്റെ പിന്നാലെ പോയ ഉമറുണ്ടല്ലോ, കൊലപാതകത്തിന്റെ പിന്നാലെ പോയ ഉമറുണ്ടല്ലോ, വ്യഭിചാരത്തിന്റെ പിന്നാലെ പോയ ഉമറുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ ആദർശത്തിന്റെ ബോധത്തിന്റെ കഠിനാധാനത്തിന്റെ ഏറ്റവും വലിയ പ്രതിഫലത്തിന്റെ കാരണമായിട്ട് ആദരവാകുന്ന പ്രവാചകന്റെ നബി തങ്ങളുടെ കൈപിടിച്ചിട്ട് ഉമർ തങ്ങൾ പറയുകയാ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ റസൂലേ, കള്ള് വേണ്ട നബിയേ, പെണ്ണ് വേണ്ട നബിയേ, ചൂതാട്ടം വേണ്ട നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയുടെ കൈ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. ആ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാകുന്ന ഉമർ തങ്ങൾ പറയുകയാ, എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നറിയോ? ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമാകപ്പെട്ട നമസ്കാരത്തിന് വേണ്ടി ഇമാമ് നിൽക്കാൻ പടച്ചവന്റെ പള്ളിയിലേക്ക് എന്നെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. സുബ്ഹി നമസ്കരിക്കുകയാണ്. എന്നിട്ടതോ അല്ലാഹുവേ ഇഖ്ലാസോടെ ഈമാനോടെ അദബോടെ ഉമർ തങ്ങൾ സുബ്ഹി നമസ്കാരത്തിന് ഇമാമ് നിൽക്കുകയാണ്. എന്നിട്ടതോ ഫാത്തിഹ ഓതുകയാണ്. എന്നിട്ടതോ ഉമർ തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ടോ ഇസ്ലാമിലേക്ക് എന്നെ പ്രിയപ്പെട്ടവരെ കടന്നു വരാൻ കാരണമാകുന്ന സൂറത്ത് ത്വാഹയുണ്ടല്ലോ, ഓതുകയാ. ത്വാഹ എന്ന് പറയുന്ന മനോഹരമാകുന്ന ആയത്തുകള് ഉമർ തങ്ങൾ ഓതുകയാ. ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ ഉമർ തങ്ങളെ കൊല്ലാനായിട്ട് ഒരു ശത്രുവിന്റെ പ്രിയപ്പെട്ടവരെ കടന്നു വരികയാണ്. ഉമർ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ ഉമർ തങ്ങളുടെ അടിവയറ്റിലേക്ക് കുത്തുകയാ. എന്നിട്ടതോ സഹാബത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ കുത്തിമലർത്തിയിട്ട് ശത്രു ഉണ്ടല്ലോ ഓടുകയാ. സുബ്ഹാനല്ലാഹ്, ഉമർ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ താഴത്തേക്ക് വീഴുകയാണ്. അല്ലാഹുവേ ഉമർ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ വേദന കൊണ്ട് പൊളയുമ്പോ പടച്ചവനെ ഉമർ തങ്ങളെ കൊല്ലാൻ വന്നോ ശത്രുവിനെ എന്റെ പ്രിയപ്പെട്ടവരെ പിടിക്കാനായിട്ട് ശത്രുക്കളുണ്ടല്ലോ എന്റെ പ്രിയമുള്ളവരെ ഓടുകയോ. ഓടുമ്പോ ഉമർ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ എണ്ണീച്ചുകൊണ്ട് പറയുകയാ, ആ നെരിയാണിക്ക് താഴെയുണ്ടല്ലോ വസ്ത്രമുണ്ടല്ലോ പടച്ചവനെ വലിച്ച് എഴച്ചുകൊണ്ട് നടക്കുന്ന ചങ്ങാതിയേതാ, അവന് അഹങ്കാരമുള്ളവനോ, അവൻ അഹങ്കാരമുള്ളവനോ എന്നെ പ്രിയമുള്ളവരെ ഉമർ തങ്ങൾ പറയുമ്പോ പ്രിയമുള്ള ചെറുപ്പക്കാരോട് പറയുകയാ, ഇവിടെ ഒരുപാട് ഫ്രീക്കന്മാരെന്റെ പ്രിയപ്പെട്ടവരെ ഇരിക്കുന്നുണ്ട്. പടച്ചവനെ നെരിയാണിക്ക് താഴെ പാൻസ് ധരിക്കുന്നവര്, നെരിയാണിക്ക് താഴെ മുണ്ട് ധരിക്കുന്നവര്, അഹങ്കാരമുള്ളവന്റെ ഒന്നാമത്തെ ലക്ഷണം അതാണെന്ന് മദീനയുടെ നായകന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അഹങ്കാരമുള്ളവന്റെ ഒന്നാമത്തെ അടയാളം പാൻസ് താഴെ ഇട്ട് വലിച്ചഴച്ച് നടക്കുന്നവരാണെന്ന് സയ്യിദിനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇപ്പോ പാൻസ് നെരിയാണിക്ക് താഴെ ഇടുന്നവര് കുറവാ. ഇപ്പൊ വാപ്പാക്ക് ദാരിദ്ര്യ BPL കാർഡ് പോലും ഇല്ല. അപ്പൊ കീറിയ പാൻറ്റിട്ടാ ചില ചങ്ങാതിമാര് നടക്കണേ. അല്ലാഹു ഈമാൻ നൽകട്ടെ. ചില വാപ്പമാർക്ക് പൈസ കൂടിയതും പ്രശ്നമാണ്. ചില വാപ്പമാർക്ക്
ഇല്ല പണി ഞാൻ പറയണത് ഇപ്പൊ കീറിയ പാൻറിട്ടാ ചില ചങ്ങാതിമാര് നടക്കണേ. ചില വാപ്പന്മാർക്ക് പൈസ കൂടി. അപ്പൊ എന്താ ചെയ്യണേ ഈ തലയിൽ ഒരു സൈഡിൽ മഞ്ഞ കളർ, ഒരു സൈഡിൽ നീല കളർ, ഒരു സൈഡിൽ പച്ച കളർ, ഇങ്ങനെ ഓരോ കളർ വിളിച്ചിട്ട് ചില ചങ്ങാതിമാര് നടക്ക. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒന്നാമത്തെ അടയാളം ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ പറയുന്നു, അഹങ്കരിക്കുന്നവന്റെ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് പാൻസ് വലിച്ചഴിച്ച് നടക്കല. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പാടില്ല? വസ്ത്രം താഴത്തുകൂടി വലിച്ചഴിച്ച് നടക്കാൻ പാടില്ല. അല്ലാഹു ഈമാൻ നൽകട്ടെ. ചില ആളുകൾക്ക് അത് രസമാണ്. ഒരു രാംരാജിന്റെ ഒരു കോട്ട മുണ്ടക്കം മേടിച്ചിട്ട് ഇങ്ങനെ താഴത്തുകൂടി ഇങ്ങനെ വലിച്ചഴിച്ച് ഈ നാട്ടിലുള്ള നജസ് മൊത്തം 800 കൊല്ലം പഴക്കമുള്ള പള്ളിക്കകത്ത് കൊണ്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. അപ്പൊ എന്താ ചെയ്യണ്ടേ? പാൻസ് ധരിക്കുമ്പോ നെരിയാണിക്ക് മുകളിൽ ധരിക്കണം. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് അഹങ്കാരം പാടില്ല. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ നമുക്ക് ഇത്തിരി പൈസ കൂടിയാൽ, നമുക്ക് ഇച്ചിരി സമ്പത്ത് കൂടിയാൽ നമുക്ക് ആ സമയത്ത് എന്താണ്? നമുക്ക് വല്ലാത്തൊരു അഹങ്കാരമാണ്. ഒരു ബെൻസ് കാർ മേടിച്ചാൽ കുറച്ചല്ലേ, പിന്നെ ബെൻസിന്റെ മുകളിലും ബെൻസിന്റെ താഴത്തും ബെൻസിന്റെ എല്ലായിടത്തും പാല് മേടിക്കാൻ പോണത് ബെൻസിൽ, മീൻ മത്തി മേടിക്കാൻ പോണത് ബെൻസ്, എല്ലാം ബെൻസിൽ തന്നെ. അങ്ങനെ അഹങ്കരിച്ച് നടക്കണ ചില ചങ്ങാതിമാര്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അഹങ്കരിക്കണവനെ മനസ്സിലാക്കാനുള്ള ഒന്നാമത്തെ അടയാളം ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ പറയുന്നു. ഏത്? പാൻസ് എന്റെ പ്രിയപ്പെട്ടവരെ താഴത്തു കൂടി വലിച്ചെടുത്ത് നടക്കണവരാ. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഒന്ന്, അഹങ്കാരമുള്ളവർ. രണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് മുഖമുള്ളവർ. മൂന്നേതാ? വാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, മൂന്നാമത്തെ വിഭാഗമാരോ ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ്, പടച്ചവന്റെ പരലോകത്തിന്റെ പ്രിയപ്പെട്ടവരെ, ചെമ്പിന്റെ തറയില് അല്ലാഹുവേ നിന്യനാകുന്ന മൂന്നാമത്തെ വിഭാഗമാരാ. ഒരിക്കലും പോലും ജീവിതത്തിൽ കളവ് പറയാത്ത മദീനയുടെ നായകര് ഹബീബേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആരെന്നറിയോ? ഉത്തരവാദിത്വത്തിൽ എന്നെ പ്രിയപ്പെട്ടവരെ വിട്ടുവീഴ്ച വരുത്തുന്നവരാരാ? ഉത്തരവാദിത്വത്തിൽ എന്നെ പ്രിയപ്പെട്ടവരെ വിട്ടുവീഴ്ച വരുത്തുന്നവരാരോ? പള്ളിയിലെ പ്രസിഡന്റാ, പള്ളിയിലെ സെക്രട്ടറിയാ, പള്ളിയിലെ ഖതീബാ, നാട്ടിലെ ചാരിറ്റി പ്രവർത്തകനാ, വീട്ടിലെ ഭർത്താവോ, വീട്ടിലെ കുടുംബനാഥനോ, അവരെന്നെ പ്രിയപ്പെട്ടവരെ, ഉത്തരവാദിത്വം എന്റെ പ്രിയപ്പെട്ടവരെ ലംഘിച്ചു കഴിഞ്ഞാൽ അവനാണ് മുഖമെന്റെ പ്രിയപ്പെട്ടവരെ തലകുനിക്കുന്ന മൂന്നാമത്തെ വിഭാഗമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 4, പടച്ചവന്റെ പരലോകത്ത് തലയെടുപ്പോടുകൂടി നിൽക്കാൻ അല്ലാഹു കഴിവ് നൽകണം. 4ാമത്തെ വ്യക്തി ആരാ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ആരെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, സഹാബ. 4ാമത്തെ വിഭാഗമാരോ മുഖമെല്ലാം പ്രകാശിച്ചുകൊണ്ട് പടച്ചവന്റെ പരലോകത്ത് തലയെടുപ്പോടുകൂടി നിൽക്കുന്ന 4ാമത്തെ വിഭാഗമാരെന്നറിയോ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, കഅബയുടെ നേരെ എന്നെ പ്രിയപ്പെട്ടവരെ തുപ്പുന്നതാരാ? നഊദു ബില്ലാഹ്. പരിശുദ്ധമാക്കപ്പെട്ട കഅബയുടെ നേരെ എന്നെ പ്രിയപ്പെട്ടവരെ തുപ്പുന്നതാരാ? അവനുണ്ടല്ലോ മോനെ, നാളെ പടച്ചവന്റെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നതാ.